നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. ഇന്നത്തെ കാലത്ത് ചെറുപ്പത്തിൽ തന്നെ മുടി നരയ്ക്കുന്നതാണ് പലർക്കും കാണപ്പെടുന്ന ഒരു പ്രശ്നം. ചെറുപ്പം പോകട്ടെ, കുട്ടികളിൽ തന്നെ ഇന്നത്തെ കാലത്ത് മുടി നര പെട്ടെന്ന് കണ്ടുവരാറുണ്ട്. ഇത് പലപ്പോഴും ഉള്ളിൽ നിന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ഇങ്ങനെ മുടി പെട്ടെന്ന് നരയ്ക്കുന്നത്. അതിന് പകരം മുടി കറുപ്പിക്കാനായിട്ട് ഹെയർ പാക്കും ഹെയർ ഓയിൽസും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ഇത് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. പലപ്പോഴും മുടി നരയ്ക്ക് കാരണമാവുന്നത് ചില പോഷകങ്ങളുടെ കുറവാണ്. പ്രധാനമായിട്ടും ഏതൊക്കെ പോഷകങ്ങളുടെ കുറവ് മൂലമാണ് മുടി പെട്ടെന്ന് നരയ്ക്കുന്നത് എന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. പൊതുവെ നമ്മൾ ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അധികം ശ്രദ്ധിക്കാതെ വിടുന്ന ഒന്നാണ് കോപ്പറിൻ്റെ ഒരു അളവ്. മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം കോപ്പർ കുറയുന്നതായിരിക്കാം. പ്രത്യേകിച്ചും കുട്ടികളിൽ പോലും മുടി നര കണ്ടുവരുന്നുണ്ടെങ്കിൽ കോപ്പറിൻ്റെ അളവ് കുറവാണെന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ സാധിക്കും. മുടിക്ക് കറുപ്പ് നൽകുന്നത് മെലാനിൻ എന്നൊരു പിഗ്മെൻ്റ് ആണ്. ഈ മെലാനിൻ ഉൽപാദനത്തിന് കോപ്പർ ഏറെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ കോപ്പർ കുറയുമ്പോൾ മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിന് ഇത് കാരണമാവാറുണ്ട്. കോപ്പർ ധാരാളമായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങളാണ് ആൽമണ്ട് ഫിഷ്, ഡാർക്ക് ചോക്ലേറ്റ്, അവക്കാഡോ, കടല, എള്ള്, കാഷ്യൂനട്ട്, സ്വീറ്റ് പൊട്ടറ്റോസ്, മഷ്റൂംസ്, പനീർ ഇവയിലൊക്കെ ധാരാളമായിട്ട് കോപ്പർ അടങ്ങിയിട്ടുണ്ട്. പൊതുവെ രക്തക്കുറവ് ഒരു പ്രശ്നമാണ്. അതുപോലെ തന്നെ പൊതുവെ അയണും ഹീമോഗ്ലോബിനും എല്ലാം നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ഇത് നോർമലായിട്ട് കാണപ്പെടാറുമുണ്ട്. മുടിക്ക് ആരോഗ്യം കുറഞ്ഞു എന്ന് തോന്നുന്നവർക്ക്, മുടി കൊഴിച്ചിലുള്ളവർക്ക് അമിതമായിട്ടുള്ള ക്ഷീണം, ഹൃദയമിടിപ്പ് കൂടിയതുപോലെ തോന്നൽ ഉണ്ടാവുക, അല്ലെങ്കിൽ സ്റ്റെപ്പുകളൊക്കെ കയറുമ്പോൾ കിതപ്പ് വരിക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ രക്തത്തിലെ ഫെറിറ്റിൻ എന്നൊരു ഘടകം ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. സാധാരണ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാറില്ല. ഇതിൻ്റെ കുറവും മുടി കൊഴിച്ചിലിന് കാരണമാവാറുണ്ട്. അയൺ, ഫെറിറ്റിൻ, കോപ്പർ ഇവയെല്ലാം ചേർന്നാണ് മുടിക്ക് കറുപ്പ് നിറം നൽകുന്നത്. അപ്പോൾ ഇത് കുറയുമ്പോൾ മുടി പെട്ടെന്ന് നരയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റൊന്നാണ് പ്രോട്ടീൻ. കോപ്പറിന് പുറമെ മുടി വളരുന്നതിനും മുടി കൊഴിച്ചിലിന് ഇടയാക്കുകയും മുടി നരയ്ക്കുന്നതിന് കാരണമാവുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ് പ്രോട്ടീനിൻ്റെ കുറവ്. അതുപോലെ കാൽസ്യത്തിൻ്റെ കുറവ്, വൈറ്റമിൻ ഡിയുടെ കുറവ്, ഇതെല്ലാം തന്നെ മുടി കൊഴിച്ചിലിനും മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിനും ഒക്കെ കാരണമാവാറുണ്ട്. ഇതെല്ലാം മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ആവശ്യത്തിന് പോഷകങ്ങൾ, വ്യായാമം, വെള്ളം എന്നിവയെല്ലാം തന്നെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളും സ്ഥിരമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങളിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. അതുപോലെ അമിതമായിട്ടുള്ള സ്ട്രെസ്സ് മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിന് കാരണമാവാറുണ്ട്. ഇത് നമുക്ക് കണ്ടറിയാം. ചിലർ ജീവിതത്തിൽ കഠിനമായിട്ടുള്ള സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ മുടി പെട്ടെന്ന് നരയ്ക്കുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. സ്ട്രെസ്സ് കൂടുമ്പോൾ ശരീരത്തിൽ കോർട്ടിസോളിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കും. അപ്പോൾ മെലാനിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ശരീരത്തിൽ കുറയും. ഇതിലൂടെ അകാല നരയും അല്ലെങ്കിൽ റിങ്കിൾസ്, ജരാനരകൾ ഇവയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത്തരം കാര്യങ്ങൾക്ക് പുറമെ അമിതമായിട്ട് കെമിക്കൽസ് യൂസ് ചെയ്യുന്നതും, അതുപോലെ മുടി സ്ട്രെയിറ്റൻ ചെയ്യാനും സ്മൂത്തനിങ് ചെയ്യാനുമുള്ള കെമിക്കൽസ്, മുടി കളറിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കെമിക്കൽസ് എല്ലാം മുടി പെട്ടെന്ന് നരയ്ക്കുന്നതിന് കാരണമാവാറുണ്ട്. മാത്രമല്ല അന്തരീക്ഷത്തിലെ മലിനീകരണവും ഒക്കെ മുടി കൊഴിയാൻ ഒരു കാരണമാണ്. ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചാൽ ഒരു പരിധിവരെ മുടി നരയ്ക്കുന്നത്, പ്രിമച്വർ ഹെയർ ഗ്രേയിങ് കുറയ്ക്കാൻ നമുക്ക് സാധിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.